നമുക്കിന്ന് വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സെന്റൻസുകൾ പറയാട്ടോ. അതായത് അവൾ ഉറങ്ങുകയാണ്, ഷി ഈസ് സ്ലീപ്പിംഗ്. അവൾ കരയുകയാണ്, ഷി ഈസ് ക്രൈയിങ്. അവൻ കളിക്കുകയാണ്, ഹി ഈസ് പ്ലേയിങ്. ഹി ഈസ് പ്ലേയിങ്. ഞാൻ ഭക്ഷണം പാകം ചെയ്യുകയാണ്, ഐ എം കുക്കിംഗ്. ഐ എം കുക്കിംഗ്. ഞാൻ ഭക്ഷണം പാകം ചെയ്യുകയാണ്. ഇനി അവൻ പഠിക്കുകയാണ്, അവൻ പഠിക്കുകയാണ്, ഹി ഈസ് സ്റ്റഡിയിങ്. ഹി ഈസ് സ്റ്റഡിയിങ്. ഇത് ഏതാ സിറ്റുവേഷൻ അറിയാവോ? ഇതാണ് നമ്മുടെ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയുന്നത്. അതിനാണ് നമ്മൾ ഇംഗ്ലീഷിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സബ്ജക്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് സ്യൂട്ടായ ഓക്സിലറി യൂസ് ചെയ്തിട്ട് വെർബ് ING ഫോമിലാണ് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അവൾ പാല് കുടിക്കുകയാണ്, അവൾ പാല് കുടിക്കുകയാണ്, ഷി ഈസ് ഡ്രിങ്കിങ് മിൽക്ക്. ഷി ഈസ് ഡ്രിങ്കിങ് മിൽക്ക്. അവൾ ബാഗ് എടുക്കുകയാണ്, അവൾ ബാഗ് എടുക്കുകയാണ്, ഷി ഈസ് ടേക്കിംഗ് ഹെർ ബാഗ്. ഷി ഈസ് ടേക്കിംഗ് ഹെർ ബാഗ്. അവൾ അവളുടെ ബാഗ് എടുക്കുകയാണ്. അവൾ ഫോൺ ചെയ്യുകയാണ്, അവൾ ഫോൺ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഫോണിൽ വിളിക്കുകയാണ് എന്നുള്ളതാണ്. സോ നമ്മൾ എങ്ങനെ പറയാം? ഷി ഈസ് മേക്കിംഗ് എ ഫോൺ കോൾ എന്ന് പറയാം. അല്ലെങ്കിൽ അവൾ ആരെയോ വിളിക്കുകയാണ് എന്നുള്ള ആ ഒരു രീതിയാണെങ്കിൽ ഷി ഈസ് കോളിംഗ് സംവൺ എന്ന് പറയാട്ടോ. അവൾ ഫോൺ ചെയ്യുകയാണ് എന്നുള്ളതിന്റെ സെന്റൻസ്. ഇനിയിപ്പോ ഞാൻ ഫോൺ ചെയ്യുകയാണ് എന്ന് പറയണമെങ്കിലോ, ഞാനാണ് സബ്ജക്റ്റ് എങ്കിൽ ഐ ആം മേക്കിംഗ് എ ഫോൺ കോൾ. അവിടെ നമ്മൾ ഓക്സിലറിയും സബ്ജക്റ്റും മാറി ഐ ആം മേക്കിംഗ് എ ഫോൺ കോൾ. ഞങ്ങൾ റൂം വൃത്തിയാക്കുകയാണ്, ഞങ്ങൾ റൂം വൃത്തിയാക്കുകയാണ്. ഇവിടുത്തെ സബ്ജക്റ്റ് ഞങ്ങളാണ്. സോ നമ്മുടെ ഓക്സിലറി വി ആർ ക്ലീനിങ് ദ റൂം. വി ആർ ക്ലീനിങ് ദ റൂം. ഞങ്ങൾ റൂം വൃത്തിയാക്കുകയാണ്. ഇനി ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്, ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. വി ആർ ട്രാവലിംഗ്. സിമ്പിൾ ആണ്. വി ആർ ട്രാവലിംഗ്. ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. ഞാൻ ഫോൺ നന്നാക്കുകയാണ്, ഞാൻ ഫോൺ നന്നാക്കുകയാണ്. ഐ എം ഗെറ്റിംഗ് മൈ ഫോൺ റിപ്പയർഡ്. ഐ എം ഗെറ്റിംഗ് മൈ ഫോൺ റിപ്പയർഡ്. ഞാൻ എൻ്റെ ഫോൺ നന്നാക്കുകയാണ്. അത് അവനാണെങ്കിൽ ഹി ഈസ് ഗെറ്റിംഗ് ഹിസ് ഫോൺ റിപ്പയർഡ് എന്ന് പറയാട്ടോ. വളരെ സിമ്പിൾ ആണ് നമ്മൾ ഒരു സെന്റൻസിൽ നിന്ന് മറ്റൊരു സെന്റൻസ് ഉണ്ടാക്കാനായിട്ട്. ഇനി വിദ്യാർത്ഥികൾ പത്രം വായിക്കുകയാണ്, വിദ്യാർത്ഥികൾ പത്രം വായിക്കുകയാണ്. എങ്ങനെ പറയാം? വിദ്യാർത്ഥികൾ പത്രം വായിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ദ സ്റ്റുഡൻസ് ആർ റീഡിങ് ദ ന്യൂസ് പേപ്പർ. ദ സ്റ്റുഡൻസ് അല്ലേ? ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണ്? സ്റ്റുഡൻസ് ആണ്. ദ സ്റ്റുഡൻസ് ആർ. സ്റ്റുഡൻസ് വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ദ സ്റ്റുഡൻസ് ആർ റീഡിങ് ദ ന്യൂസ് പേപ്പർ. വിദ്യാർത്ഥികൾ പത്രം വായിക്കുകയാണ്. അവൻ കഥ എഴുതുകയാണ്, അവൻ കഥ എഴുതുകയാണ്. ഇതോടൊപ്പം ഓരോ വെർബുകളായിട്ട് നമ്മൾ പഠിക്കുന്നത്. അവനാണ് സബ്ജക്റ്റ്. അവനൊരു കഥ എഴുതുകയാണ് എന്ന് പറയുകയാണെങ്കിൽ ഹി ഈസ് റൈറ്റിംഗ് എ സ്റ്റോറി എന്ന് പറയാട്ടോ. ഇനി അവൻ മുകളിലേക്ക് കയറുകയാണ് അല്ലെ? അവനെ മുകളിലേക്ക്, ഇപ്പം നമ്മുടെ സ്റ്റെപ്പിന് മുകളിലേക്കൊക്കെ കയറുകയാണെന്ന് പറയാറുണ്ട്. അപ്പൊ ഈ കയറുകയാണെന്ന് പറയുമ്പം നമ്മൾ എന്താണ്? അങ്ങോട്ട് പോവുകയാണല്ലോ. സോ he is going upstairs. He is going upstairs. അവൻ മുകളിലേക്ക് കയറുകയാണ്. ഇനി അവൾ സോഫയിൽ ഇരിക്കുകയാണ്, അവള് സോഫയിലാണ് ഇരിക്കുന്നത്. എങ്ങനെ പറയാ? she is sitting on the sofa. she is sitting on the സോഫ. സോഫയുടെ പ്രതലത്തിലാണ് ഇരിക്കുന്നത്. സോ നമ്മൾ ഓൺ എന്ന് യൂസ് ചെയ്യുക. അവൻ വേഗം വർക്ക് തീർക്കുകയാണ്. സാവധാനം കേട്ടോ. അവൻ വേഗത്തിൽ വർക്ക് തീർക്കുകയാണ്. എങ്ങനെ പറയാ? ഹി ഈസ് തീർക്കുക ഫിനിഷ് ആണ്. ഫിനിഷിന്റെ കൂടെ ING ഫോം വരും. ഹി ഈസ് ഫിനിഷിംഗ് ഹിസ് വർക്ക് ക്വിക്ക്ലി. അവൻ അവന്റെ വർക്ക് വേഗത്തിൽ തീർക്കുകയാണ് എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ഹി ഈസ് ഫിനിഷിംഗ് ഹിസ് വർക്ക് ക്വിക്ക്ലി. ഓക്കെ. എന്റെ പാരന്റ്സ് മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ്. അതായത് എന്റെ പാരന്റ്സ്, എന്റെ രക്ഷിതാക്കള് മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് മൈ പാരന്റ്സ് ആർ അറ്റൻഡിങ് ദ മീറ്റിംഗ്. മൈ പാരന്റ്സ് ആർ അറ്റൻഡിങ് ദ മീറ്റിംഗ്. എൻ്റെ പാരന്റ്സ് മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ്. ഇനി എൻ്റെ പാരന്റ്സ് കഠിനാധ്വാനം ചെയ്യുകയാണെന്ന് പറയാറുണ്ടല്ലോ. എൻ്റെ പാരന്റ്സ് ഞങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയാണ്. എൻ്റെ പാരന്റ്സ് ഞങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയാണ്. ഇതെങ്ങനെ പറയാം? മൈ പാരന്റ്സ് ആർ വർക്കിംഗ് ഹാർഡ് അല്ലെ? വർക്കിംഗ് ഹാർഡ്, കഠിനാധ്വാനം ചെയ്യുകയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് മൈ പാരന്റ്സ് ആർ വർക്കിംഗ് ഹാർഡ് ഫോർ അസ്. മൈ പാരന്റ്സ് ആർ വർക്കിംഗ് ഹാർഡ് ഫോർ അസ്. മൈ പാരന്റ്സ് ആർ വർക്കിംഗ് ഹാർഡ് ഫോർ അസ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ പാരന്റ്സ് കഠിനാധ്വാനം ചെയ്യുകയാണ്.
അവൻ ജനങ്ങളെ സഹായിക്കുകയാണ്. അവൻ ജനങ്ങളെ സഹായിക്കുകയാണെന്ന് പറയാറുണ്ട് അല്ലെ. അവൻ ജനങ്ങളെ സഹായിക്കുകയാണ് എങ്ങനെ പറയാ? ഹി ഈസ് ഹെൽപ്പിംഗ് ദ പീപ്പിൾ അല്ലെങ്കിൽ ഹി ഈസ് ഹെൽപ്പിംഗ് പീപ്പിൾ എന്നും സിമ്പിളായി പറയാട്ടോ. അപ്പോൾ ഹി ഈസ് ഹെൽപ്പിംഗ് ദ പീപ്പിൾ, അവൻ ജനങ്ങളെ സഹായിക്കുകയാണ്. ഇനി ഞങ്ങൾ അധ്യാപകരെ സഹായിക്കുകയാണെന്ന് പറയുകയാണെങ്കിലോ വി ആർ ഹെൽപ്പിംഗ് ദ ടീച്ചേഴ്സ്. വി ആർ ഹെൽപ്പിംഗ് ദ ടീച്ചേഴ്സ്, ഞങ്ങൾ അധ്യാപകരെ സഹായിക്കുകയാണ്. അവർ പാരൻസിനെ സഹായിക്കുകയാണ് എന്നാണെങ്കിലും ദേ ആർ ഹെൽപ്പിംഗ് ദ പാരൻസ് എന്ന് പറയാട്ടോ. അപ്പൊ നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് സെന്റൻസുകൾ മാറ്റി മാറ്റി പറയാനായിട്ട് പറ്റും. ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ടുള്ള സെന്റൻസുകൾ നമ്മൾ പറഞ്ഞല്ലോ. ഇനി നിങ്ങൾക്ക് കുറച്ച് സെന്റൻസുകൾ തരാം. ഞാൻ ബസ്സിൽ കയറുകയാണ്. ഞാൻ ബസ്സിൽ കയറുകയാണ്. ഞാൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുകയാണ്. കൃത്യമായിട്ട് കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ ബസ്സിൽ കയറുകയാണ്. ഞാൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഞാൻ കാറിലേക്ക് എൻ്റെ ബാഗ് വെക്കുകയാണ്. ഞാൻ കാറിലേക്ക് എൻ്റെ ബാഗ് വെക്കുകയാണ്. അപ്പൊ ഈ 3 കാര്യങ്ങളും നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. 3ഉം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇനിയും ഇതുപോലെയുള്ള ഓരോരോ സിറ്റുവേഷനിലുള്ള സെന്റൻസുകൾ പഠിക്കാൻ താല്പര്യമുള്ളവര് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഈ വീഡിയോയുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കാണുക കേട്ടോ. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ഡെയിലി വീഡിയോസ് ചെയ്യാറുണ്ട്. ചെയ്യുന്ന വീഡിയോസുകളൊക്കെ കാണുക. ഷോർട്സും അതുപോലെ ലൈവും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലോങ് വീഡിയോസും മുടങ്ങാതെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.